വിരാട് കോഹ്ലിയുടെ വമ്പൻ തിരിച്ചുവരവാണ് ഓസ്ട്രേലിയയുടെ മണ്ണിൽ നമ്മൾ കണ്ടത്. ഈ ഒരു പരമ്പര കഴിയുമ്പോൾ വിരാട് കോഹ്ലി വിരമിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ ആൾക്കാരുടെ കരണത്തേറ്റ അടിയായിരുന്നു കോഹ്ലിയുടെ സെഞ്ചുറി. എന്നൊക്കെ വിരാട് സമ്മർദ്ദഘട്ടത്തിലൂടെ പോയിട്ടുണ്ടോ അന്നെല്ലാം അതൊക്കെ അതിജീവിച്ച് തിരിച്ചു വരാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ട്. T20 വേൾഡ് കപ്പിൽ ആദ്യത്തെ എല്ലാ മത്സരങ്ങളും പരാജിതനായി പോയപ്പോൾ ഫൈനലിൽ എന്തിനാണ് ഇറക്കുന്നതെന്ന ചോദ്യം ശക്തമായി ഉയർന്നപ്പോഴും രോഹിത്തും ദ്രാവിഡും എല്ലാം ഒരേ സ്വരത്തിൽ അന്ന് പറഞ്ഞത് ഒരു 5 കളി വെച്ചിട്ട് അദ്ദേഹത്തെ വിലയിരുത്തരുത്, തെറ്റുതിരുത്തി തിരിച്ചു വരാനുള്ള കഴിവ് അവനുണ്ട്. അത് അക്ഷരം പ്രതി ശരിവെക്കുന്നതായിരുന്നു ഫൈനലിലെ അദ്ദേഹത്തിന്റെ പ്രകടനം. എല്ലാവരും പെട്ടെന്ന് പുറത്തായപ്പോൾ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് ആണ് അന്ന് ഇന്ത്യ രക്ഷിച്ചത്. അതുപോലെ എത്ര തവണ എണ്ണിയാലും പറഞ്ഞാലും തീരാത്ത എത്ര തിരിച്ചുവരവിന്റെ കഥകൾ. 2023 ഏകദിന വേൾഡ് കപ്പ് നടക്കുമ്പോൾ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിനെ മറികടന്ന് ഏകദിനത്തിൽ 50 സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്റ്സ്മാനായി വിരാട് കോഹ്ലി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റിൽ സെഞ്ചുറി നേടിയതോടുകൂടി തന്റെ ടെസ്റ്റ് കരിയറിലെ 30ാമത്തെ സെഞ്ചുറിയിലേക്ക് അദ്ദേഹം കടന്നിരിക്കുകയാണ്. T20 ഒരു സെഞ്ചുറിയും കൂടെ കൂട്ടി മൊത്തം വിരാട് കോഹ്ലിയുടെ കരിയറിൽ 81 സെഞ്ചുറികൾ ഇതുവരെ അദ്ദേഹം നേടുകയുണ്ടായി. ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ച സച്ചിനെ വിരാട് കോഹ്ലി മറികടക്കുമോ? നമ്മൾ ഇനി ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് അതാണ്. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ച 5 ബാറ്റ്സ്മാൻമാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 5ാം സ്ഥാനത്ത് ദക്ഷിണാഫ്രിക്കയുടെ ജാക്ക് കാലിസ്. ഇതുപോലൊരു ഓൾറൗണ്ടറിനെ ഇനി നമുക്ക് കാണാൻ സാധിക്കുമോ? ബോളിംഗിലും ബാറ്റിംഗിലും ഒരുപോലെ തിളങ്ങുന്ന ഈ മനുഷ്യനെ നമുക്ക് എന്ത് പേരിടാൻ സാധിക്കും? സച്ചിനും ലാറയും പോണ്ടിങ്ങും ഒക്കെ സിംഹാസനം അടക്കി ഭരിച്ചപ്പോൾ അധികം പ്രശസ്തിയിലേക്ക് പോകാത്ത ഒരാളാണ് കാലിസ്. സൗത്ത് ആഫ്രിക്കയുടെ പൊന്നും വില ഓൾറൗണ്ടർ. 519 മത്സരങ്ങൾ കളിച്ച അദ്ദേഹം തന്റെ ഇന്റർനാഷണൽ കരിയറിൽ 62 സെഞ്ചുറികൾ നേടുകയുണ്ടായി. ഇനി 4ാം സ്ഥാനത്തേക്ക് വന്നാൽ ശ്രീലങ്കയുടെ ഇതിഹാസ താരം. പഴകുന്തോറും വീഞ്ഞിന് വീര്യം കൂടുമെന്ന് പറയുന്നത് പോലെയാണ് സംഘക്കാര. തന്റെ കരിയറിന്റെ ആദ്യ വർഷങ്ങളിൽ നിന്നും അവസാന വർഷങ്ങളിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രകടനം ഒന്നിനൊന്ന് മികച്ചത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ 15 വർഷത്തെ ഇന്റർനാഷണൽ കരിയറിൽ ഏകദേശം 594 കളികൾ കളിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും 63 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. ഇനി 3ാം സ്ഥാനത്തേക്ക് വന്നാൽ ഓസ്ട്രേലിയൻ ഇതിഹാസം റിക്കി പോണ്ടിങ്. ഓസ്ട്രേലിയയുടെ ഏകദിനത്തിലും ടെസ്റ്റിലും താൻ വിരമിക്കുന്നത് വരെ താൻ ഇറങ്ങുന്ന 3ാം സ്ഥാനം ആർക്കും തന്നെ സ്വപ്നം കാണാൻ സാധിക്കില്ലായിരുന്നു. 18 വർഷത്തെ ഇന്റർനാഷണൽ കരിയറിൽ നിന്നും 560 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിൽ നിന്നും 71 സെഞ്ചുറികളാണ് അദ്ദേഹം അടിച്ചുകൂട്ടിയിരിക്കുന്നത്. ഇനി 2ാം സ്ഥാനത്തേക്ക് വന്നാൽ ക്രിക്കറ്റിലെ രാജാവ്, ഇന്ത്യയുടെ സ്വന്തം വിരാട് കോഹ്ലി. 2008 ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ പാടണിഞ്ഞ അദ്ദേഹം നിലവിൽ ഇപ്പോഴും ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. 35ാമത്തെ വയസ്സിലും നിലവിലെ ഇന്ത്യൻ ടീമിലെ മികച്ച ഫിറ്റ്നസ് ഉള്ള കളിക്കാരനാണ് വിരാട് കോഹ്ലി. അദ്ദേഹത്തിന് പരിക്കേറ്റ് മടങ്ങിയെന്നുള്ള വാർത്തകളൊക്കെ വളരെ റെയറായി മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. 16 വർഷം പിന്നിടുന്നു താൻ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ വന്നിട്ട്. ഇതുവരെ കളിച്ചത് 539 മത്സരങ്ങളാണ്. അതിൽ നിന്നും 81 സെഞ്ചുറികൾ അദ്ദേഹം നേടുകയുണ്ടായി. ഇനി 1ാം സ്ഥാനത്തേക്ക് വന്നാൽ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിന്റെ റെക്കോർഡുകൾ ഓരോന്നായി തിരുത്തപ്പെടുമ്പോഴും ഒരിക്കലും സച്ചിനെ വെച്ച് ഇപ്പോഴത്തെ കളിക്കാരെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം അന്ന് അദ്ദേഹം നേരിട്ട ബോളേഴ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ കളിക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരെയാണ്. ബൗളർമാർക്ക് മാത്രം അംഗീകാരമുള്ള ആ ദിവസങ്ങളിൽ അദ്ദേഹം നേടിയ ഓരോ സെഞ്ചുറികളും ക്രിക്കറ്റ് ചരിത്രത്തിൽ സ്വർണ്ണ ലിപികൾ കൊണ്ട് എഴുതപ്പെട്ടതാണ്. 664 ഇന്റർനാഷണൽ കളികൾ കളിച്ച അദ്ദേഹം 100 സെഞ്ചുറികളാണ് അടിച്ചുകൂട്ടിയിരിക്കുന്നത്. വിരാട് കോഹ്ലിക്ക് ഇനി 19 സെഞ്ചുറികൾ മാത്രം അകലെ. അതെ, ദൈവം ഇപ്പോഴും രാജാവിനെ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തിന് അർഹതപ്പെട്ട സിംഹാസനം അദ്ദേഹത്തിന് സന്തോഷത്തോടുകൂടി നൽകി മടങ്ങാൻ. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ 5 പേര് വിരാട് കോഹ്ലി അല്ലാതെ നിലവിൽ കളിക്കുന്ന ഒരു കളിക്കാരൻ പോലും ഇല്ല. ബാറ്റിംഗിന് ഇത്രയും സ്വീകാര്യത കിട്ടിയ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് സാധിക്കണമെങ്കിൽ ക്രിക്കറ്റിനോട് അതിതീവ്രമായ ഒരു ബന്ധമുണ്ടായിരിക്കണം. കോഹ്ലിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് ഇപ്പോഴും വളരെ മനോഹരമായി സൂക്ഷിക്കാൻ കാരണം ക്രിക്കറ്റാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയും ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിലപ്പെട്ട കരിയറും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സച്ചിന്റെ ഈ ഒരു റെക്കോർഡ് മറികടക്കാൻ വിരാട് കോഹ്ലിക്കാകുമോ? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട.